നമസ്കാരം. കോറൽ ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പുകൾ എല്ലാം വിവാദവും ആവേശവും മത്സരവും വീറും വാശിയും ഒക്കെ നിറഞ്ഞതായിരിക്കും. ഒരു ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യല്ലേ. ആരോപണങ്ങളും ആരോപണങ്ങളും സജീവമായിരിക്കും. നനച്ചിരിക്കാതെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടവും 248 പേരുടെ ദാരുണമായ മരണവും അതിലൊരു മലയാളി രഞ്ജിത ഉണ്ടായതും ഒരേ ഒരാൾ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് 40 വയസ്സുള്ള വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടതും 248 പേർക്കും വിമാന കമ്പനിയായ ടാറ്റ 1 കോടി രൂപ വീതം പ്രഖ്യാപിച്ചതും 1500 കോടി രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വിശേഷങ്ങളുമൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായി ഇത് ചിത്രീകരിക്കുന്ന സമയത്ത് പോകുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ വാർത്തകൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്തായാലും നമ്മളെ ശല്യം ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണാവുന്ന രസകരമായ ചിലതുണ്ട്. 10 വോട്ട് എങ്ങനെ നമ്മുടെ പെട്ടിയിലാക്കാമെന്നുള്ള എന്തെല്ലാം ഗിമ്മിക്സുകൾ നിലമ്പൂരിൽ ദിനവും നടക്കുന്നു. അതിലേക്ക് മാത്രം കണ്ണോടിച്ചാൽ ശ്രീനിവാസൻ എന്നല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും എഴുതാനാകാത്ത കളികളാണ് നിലമ്പൂരിൽ നടക്കുന്നത് ദിവസവും. വീരശൂര പരാക്രമിയായ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിടത്താണല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. മത്സരിക്കാൻ ഞാനില്ല, ഞാൻ പറയുന്നവനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ ജയിപ്പിച്ച് കാണിച്ചു തരാം എന്നൊക്കെയാണല്ലോ PV അൻവർ ആദ്യം പറഞ്ഞത്. VS ജോയി എന്ന് പറഞ്ഞ അവിടുത്തെ നിലമ്പൂരിലെ എന്താ പറയുക ജില്ലാ പ്രസിഡൻ്റായ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ ജയിപ്പിച്ച് കാണിച്ചു തരാം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതെങ്ങനെ UDF വകവയ്ക്കും? അവർ UDF അല്ലേ തീരുമാനിക്കാൻ ആര് നിൽക്കണം ആര് നിൽക്കേണ്ടെന്ന്. അത് യേശുന്നില്ല എന്ന് കണ്ടപ്പോൾ ഏത് ചെകുത്താനെ നിർത്തിയാലും ഞാൻ റെഡി എന്നായിരുന്നു പിന്നെ അൻവർ ചാടിയത്. പിന്നെ പറഞ്ഞു എന്നെ UDF എപ്പോൾ എടുക്കുമെന്ന് പറ, എന്നെ UDF എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും UDF മിണ്ടുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 2026 എനിക്കേത് സീറ്റ് തരുമെന്ന് പറ എന്നായി. ഞാൻ എവിടെ മത്സരിക്കണമെന്ന് പറ, തിരുവമ്പാടിയിലാണോ എവിടെയാണെന്ന് പറ, മലമ്പുഴയിലാണോ എവിടെയെന്ന് പറ എന്നായി. പിന്നെ അവസാനം പറഞ്ഞത് നീയൊക്കെ എന്നെ മുഖ്യമന്ത്രി ആക്കില്ല. UDF 8 പേരാൻ്റെ മുഖ്യമന്ത്രിയാവാൻ ഉടുപ്പടിച്ച് നടക്കുന്ന UDF അൻവർ പറയാണ് എന്തായാലും എന്നെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കില്ല. ആഭ്യന്തര വകുപ്പും പിന്നെ വനം വകുപ്പും ഒരു 3000 കോടി രൂപയും എനിക്ക് തരും എന്ന് എഴുതി തന്നാൽ ഞാൻ നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കാം എന്നായി. ഈ കളി തുടങ്ങും മുമ്പേ സ്വതന്ത്ര പരിവേഷം മാറ്റാനായിട്ട് DMK ആകാനൊരു കളി കളിച്ചു. DMK ആയാൽ രണ്ടുണ്ട് കാര്യം. തമിഴകത്ത് കോൺഗ്രസും CPM-ഉം DMK മുന്നണിയിലാണല്ലോ. സ്വാഭാവികമായും ഇവിടെയുള്ള LDF അല്ലെങ്കിൽ UDF അൻവറിനെ കൂട്ടേണ്ടി വരും. DMKയിലുള്ള ആളാവുമ്പോൾ DMK സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെയാണ് കളി കളിച്ചു നോക്കിയത്. പക്ഷേ അത് ക്ലച്ച് പിടിച്ചില്ല. അൻവർ തന്നെ പറഞ്ഞത് DMK ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാലിനെ വിളിച്ചിട്ട് ഇവൻ അവിടെ 7 അയലത്ത് കയറ്റലെന്ന് പിണറായി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും DMK ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അൻവർ സാഹിബ് നേരെ വച്ച് പിടിച്ചത് പശ്ചിമ ബംഗാളിലേക്ക്, തൃണമൂലായി. കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വേണ്ടാത്ത തൃണമൂലാണെങ്കിലും UDF തൃണമൂലിനെ കൂട്ടാം എന്ന് കരുതിയതാണ്. പക്ഷേ പൊളിഞ്ഞുപോയി ആ നീക്കം. എന്നാൽ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കരുതി നോമിനേഷൻ കൊടുക്കാൻ അൻവർ ചെന്നപ്പോൾ അവിടെ കേരളത്തിലെ തൃണമൂലിൻ്റെ കേരളത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി ആരോ ചെന്നിട്ട് പറഞ്ഞു ഇവൻ തൃണമൂലൊന്നും അല്ല കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടക്കിട്ടത് കാരണം ഭരണാധികാരി അൻവറിനെ സ്വതന്ത്രനാക്കി കത്രിക പൂട്ടിട്ട് പൂട്ടി. ഇപ്പോൾ കത്രികയാണ് ചിഹ്നം. ഇന്നറിയുന്നു മമതാ ബാനർജിയുടെ പിന്തുണ PV അൻവറിനാണെന്ന്. ഇന്നലെ വരെ തൃണമൂലിനെ കൊണ്ടു നടന്ന CG ഉണ്ണിയെയും സംഘത്തെയും ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അൻവർ മറിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിലമ്പൂരിൽ നിൽക്കുമ്പോൾ മമതാ ബാനർജി നിലമ്പൂർ മുഴുവൻ ഉഴുതു മറിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അവരാ ഏരി ചെന്നില്ല. 2025 ഫെബ്രുവരിയിൽ PV അൻവറിനെ
പാർട്ടിയുടെ സംസ്ഥാന കൺവീനറാക്കിയതോടെ ഇവിടുത്തെ ഏക സംവിധാനം അൻവറാണ് എന്നാണ് ഇപ്പോൾ തൃണമൂൽ പറയുന്നത്. ഇതിനേക്കാൾ രസമാണ് വേറൊരു കഥാപാത്രം തൃണമൂലിൽ അവിടെ നിലമ്പൂർ ഇറങ്ങിയിട്ടുണ്ട്. തോക്ക് സ്വാമി എന്നറിയപ്പെടുന്ന സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. അദ്ദേഹം അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ നേതാവാണ്, സ്ഥാനാർത്ഥിയാണെന്നാണ് പറയുന്നത്. തോക്കാണ് സംസ്ഥാന പ്രസിഡന്റ്. BJPക്കും RSSനും ഇവിടെ ഹിന്ദുക്കൾക്കായിട്ട് ഒന്നും ചെയ്യാനാവില്ല എന്നതിനാൽ നിലമ്പൂരിൽ മത്സരിക്കുകയാണ് തോക്കുസ്വാമി. ചിഹ്നം തോക്കാണോ എന്ന് എനിക്കറിയില്ല. ഹൈന്ദവർക്കായൊന്നും ചെയ്യാൻ സുരേഷ് ഗോപിക്കൊന്നും ആവില്ല എന്നാണ് തോക്ക് പറയുന്നത്. അപ്പോൾ അതാ വരുന്നു കാവി പതച്ച വേറൊരു ടീം. അവർ നേരെ പോയി വിജയരാഘവനെ കണ്ടു. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയരാഘവനെ കണ്ടു. ഞങ്ങളാണ് ഒറിജിനൽ ഹിന്ദുസഭ, തോക്ക് ഡ്യൂപ്ലിക്കേറ്റ്, ഞങ്ങളുടെ പിന്തുണ M സ്വരാജിന് നൽകുമെന്നായി ഈ വന്ന ബാച്ച്. സനാതന ധർമ്മത്തിനായി ജീവിച്ച് മത്സരിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഹിന്ദുത്വത്തെ തകരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് തോക്ക് സ്വാമി പറയുന്നത് നിലമ്പൂരിൽ. അപ്പോൾ ശശികല എന്ന് പറയുന്ന ഹിന്ദു വർഗീയവാദിയല്ല, മറിച്ച് നായർ വർഗീയവാദിയാണ് ശശികല എന്നാണ് തോക്ക് സ്വാമി പറയുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തമാണ് മേൽപ്പറഞ്ഞവന്മാർ നടപ്പാക്കുന്നതെന്നും തോക്ക് സ്വാമി പറയുന്നു. ഇത്രയൊക്കെ ആകുമ്പോൾ ആശയോടെ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ സെക്രട്ടറിയുടെ ഇടയിൽ കുറേ നാളായിട്ട് മാസങ്ങളായിട്ട് സമരം നടത്തുന്ന SUCക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന ഉണ്ടല്ലോ, അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അവരും ഇറങ്ങി നിലമ്പൂരിലേക്ക്. UDF സ്പോൺസേഡ് സമരമായിരുന്നു എന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞപ്പോൾ തോന്നിയില്ല. മഴക്കോട്ടുമായി കൊടയുമൊക്കെ ആയിട്ട് സുരേഷ് ഗോപി വന്നിടത്ത് പിന്നെ ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ല. അതോടെ UDFൻ്റെ നേതൃത്വത്തിലായി സമരം. 1000 കൊടുത്ത UDFന് വേണ്ടി 7000 ഓണറേറിയം കൊടുക്കുന്ന LDFനെതിരെയാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് SUCയുടെ ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സർവീസ് വോളണ്ടിയർമാരായിട്ടാണ് ഇവരെ എടുത്തത്. പടിപ്പടിയായി വർഷങ്ങളോളമായി കൂട്ടി അവർക്കിപ്പോൾ 3000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ 4000 രൂപ കൂടിയിട്ട് 7000 രൂപയാക്കി പിണറായി വിജയൻ വർദ്ധിപ്പിച്ചു. ആ പിണറായി 21,000 രൂപ തരണം, ഞങ്ങൾ പിരിയുകയാണെങ്കിൽ 5 ലക്ഷം തരണം എന്നൊക്കെയാണ് ഈ SUC ആശാ വർക്കർമാർ പറയുന്നത്. ആശാ വർക്കേഴ്സ് എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീം, ആശാ വർക്കേഴ്സിൻ്റെ സ്കീമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണെന്നും അവരോട് ഇൻസെൻറ്റീവ് കൂട്ടാൻ സമരം ചെയ്യണമെന്ന് പറഞ്ഞാൽ SUC മിനിക്ക് അത് കേൾക്കണ്ട. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾ പിണറായിക്കെതിരെ സമരം ചെയ്യുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിണറായിയെ തള്ളിയിടണം, പിണറായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരണം, വീണ ജോർജ് രാജിവെക്കണം എന്നൊക്കെയാണ് ഈ ആശാസമരം നടത്തുന്ന മിനിമാർ പറയുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാരിൽ 10% പോയിട്ട് 5% പോലും ഈ UDF സ്പോൺസർ സമരത്തിലില്ല. ഉള്ളവരെയും കൊണ്ട് നിലമ്പൂരിലെത്തിയ മിനിയും സംഘവും പറയുന്നത് കേരളത്തിൽ ഗർഭിണികൾ കുറഞ്ഞാൽ, ജനസംഖ്യാ അനുപാതം കുറഞ്ഞാൽ ഞങ്ങളുടെ വർക്കിംഗ് ഇൻസെൻറ്റീവ് കുറയും എന്നാണ്. നല്ല ന്യായം, ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഗർഭിണികൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ ജനസംഖ്യ കുറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസെൻറ്റീവ് കുറയും എന്നാണ് അവർ പറയുന്നത്. അത് കുറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഓണറേറിയവും കുറയും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ളവരെല്ലാം കൂടുതൽ ഗർഭിണികളാവുകയും പ്രസവിക്കുകയും ചെയ്ത് ജനസംഖ്യ കൂട്ടിക്കൊടുക്കണമെന്നാണ് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മിനി പറയുന്നത്. സമരത്തിലായതിനാൽ പല മീറ്റിങ്ങുകളിലും പോകാനാകുന്നില്ല. പങ്കെടുത്തില്ലെങ്കിൽ ഇൻസെൻറ്റീവ് കട്ടാവും. ഞങ്ങൾ അടിമകളല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ സമരം ചെയ്യും, ജോലിക്ക് വരില്ല, നോക്കുകൂലിയായിട്ടെങ്കിലും തരണം എന്നാണ് മിനി പറയുന്നത്. നിങ്ങൾ വോളണ്ടിയേഴ്സാണ് മിനി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പട്ടി കടിച്ചാൽ ആനുകൂല്യമില്ല എന്നാണ്, അതായത് പട്ടി കടിച്ചാൽ ആനുകൂല്യം കൊടുക്കണം എന്നാണ് മിനി പറയുന്നത്. ഇങ്ങനെ പരാതികൾ പറഞ്ഞ് NH പോലെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ചെറിയ സംഘത്തിൻ്റെ ഇൻസെൻറ്റീവിനായി ജനസംഖ്യ കൂട്ടാനും ഗർഭിണികളെ വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുമോ?
മീറ്റിങ്ങുകളിൽ പങ്കെടുക്കില്ല, പക്ഷേ നോക്കുകൂലി തരണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? നിലമ്പൂരിലെ ഓരോ വീട്ടിലും കയറുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ ഞങ്ങളെ കണ്ട ഉടൻ പറയുന്നത് നിങ്ങളെ കാണുന്നുണ്ടെന്നും നിങ്ങൾ നടത്തുന്ന ദുരിത സമരങ്ങൾ കാണുന്നു എന്നുമൊക്കെ പറയുന്നു, അതിൽ ഞങ്ങൾ ആവേശം കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പി വി അൻവറിൻ്റെയും വീട്ടിലാകും ഈ SUCയും ഇനിയും സംഘവും പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ വേറൊരു വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നില്ല. 26,125 പേരാണ് കേരളത്തിൽ ആശാ വർക്കേഴ്സായിട്ടുള്ളത്. അതിൽ 500 പേര് പോലും ഇല്ല SUCI മിനി ബിന്ദുമാരോടൊപ്പം എന്നുള്ളതാണ് സത്യം. UDFൽ ഒരു ഘടകകക്ഷിയാക്കി മാറ്റണമെങ്കിൽ ഈ പുറത്ത് നാടകം എന്തിന് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ വിഘടനവാദം പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ലീഗ് എതിർത്തിട്ട് പോലും എടുക്കാമെങ്കിൽ SUCയെയും UDFിനൊപ്പം നിൽക്കട്ടെ, അവരെയും കൂടി എടുക്കൂ, അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എടുക്കൂ എന്നാണ് എനിക്ക് VD സതീശന്മാരോട് പറയാനുള്ളത്. പുതിയ കണ്ടുപിടുത്തം അടുത്ത് വേറൊരു കഥയാണ് പറഞ്ഞത്, നമുക്ക് ആശയം വിടാം. അടുത്ത കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചാൽ സ്വരാജിൻ്റെ പേര് അങ്ങനെയല്ല, സ്വരാജിൻ്റെ യഥാർത്ഥ പേര് സ്വരാജ് M നായർ എന്നാണെന്നാണ് പറയുന്നത്. പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ സ്വരാജിൻ്റെ പേര് അതായിരുന്നു, സ്വരാജ് M നായർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛൻ മുരളീധരൻ നായർ സ്കൂളിൽ ചേർത്തപ്പോൾ സ്വരാജ് M നായർ എന്ന് ചേർത്തിട്ടുണ്ടാവും. ഈ പരാതി പറയുന്നവർ നാട്ടുകാരുടെ പേരാണോ തന്തയുടെ പേരായി ഇടുന്നതെന്ന് എനിക്കറിയില്ല. മുരളീധരൻ നായരുടെ മകനാകുമ്പം സ്വരാജിന് M ചേർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുരളീധരൻ നായർ എന്നുള്ളതിന് ചിലപ്പോൾ അദ്ദേഹം സ്വരാജ് M നായർ എന്നിട്ടിരിക്കാം, പക്ഷേ നാട്ടുകാരുടെ പേരിടണം എന്നാണ് ഇവർ പറയുന്നത്. സ്വന്തമായി ചിന്തിക്കാറായപ്പോൾ സ്വരാജ് M നായർ എന്നത് M സ്വരാജ് എന്നാക്കിയിരിക്കാം. അതിനെന്താ എന്ന് ചോദിക്കാൻ ആരുമില്ല എന്നുള്ളത്. എന്തെല്ലാം കണ്ടുപിടിക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടാണല്ലോ നമ്മുടെ സഖാവ് EMS നമ്പൂതിരിപ്പാടായി മാറിയത്. ഏറമ്പാല കൃഷ്ണൻ നായനാരാണല്ലോ EK നായനാരായി മാറിയത്. P കൃഷ്ണപിള്ള, PK വാസുദേവൻ നായർ, MN ഗോവിന്ദൻ നായർ, P ഗോവിന്ദപിള്ള, എത്രയോ ധീര സഖാക്കളുടെ പേരിൽ ജാതിവാലുണ്ട്. അതിനെന്താ അവർ മനുഷ്യരായി അല്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ളവരായി മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരായിരുന്നോ എന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വരാജ് M നായർ എന്നാണ് അയാളുടെ പേര് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു ആശ്വാസം കിട്ടില്ലാന്ന് തോന്നുന്നു. അടുത്ത തമാശ അതിനേക്കാൾ രസമാണ്. ഷാഫി പറമ്പിലും ഏതൊരു മാങ്കൂട്ടം ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും പോയ കാറിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ ടോർച്ചടിച്ച് കാറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങളുടെ കാറിൽ ടോർച്ചടിച്ചാൽ ഞങ്ങൾ വരുമ്പോൾ നിന്നെയൊക്കെ കാണിച്ചു തരാടാന്നാണ് ആ ടോർച്ചടിച്ച പോലീസുകാരനോട് പറയണ്ടേ. ആര് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടമാണോ ഷാഫി പറമ്പിലാണോ? ആരോ ഒരുത്തൻ ഒരു വിവരം കേട്ടവൻ പറയുന്നു. എത്ര നിരുത്തരവാദപരമായി പെരുമാറുന്നു നിങ്ങൾ ആലോചിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിരീക്ഷണം ഉണ്ടാവും. പൈസ വരുന്നുണ്ടോ? പൈസ വരുമല്ലോ. അപ്പോൾ പൈസ വരുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കും. ഇപ്പോൾ മുൻ സ്പീക്കറായിരുന്ന K രാധാകൃഷ്ണൻ MP, അബ്ദുൽ വഹാബ് MP മുസ്ലിം ലീഗിൻ്റെ, അനിൽകുമാർ MLA, കോൺഗ്രസിൻ്റെ നേതാവായ M ലിജു, ഇവരാരും പരാതി പറഞ്ഞില്ല. ഇവരുടെയൊക്കെ കാറുകളിൽ തടഞ്ഞു നിർത്തി ടോർച്ചടിച്ച് നോക്കിയതിലൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അത് ഇലക്ഷൻ്റെ നടപ്പ് ശീലമാണ്. പട്ടിഷോ നടത്തുന്ന 2 എണ്ണം മോങ്ങുന്നു ക്യാമറയുടെ മുന്നിൽ. ഞങ്ങളുടെ കാറിൽ ടോർച്ചടിച്ച് നോക്കി, ഉറപ്പായിട്ടും ഞങ്ങൾ എന്താ പറയുക, ഭരണത്തിൽ വന്നോട്ടെ, ഈ ടോർച്ച് അടിച്ചവനൊക്കെ ഞങ്ങൾ അന്ന് സർവീസിൽ കാണിച്ചു തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിൽ രേവതിയെ കൊണ്ട് കളഞ്ഞിട്ട് മോഹൻലാൽ ഇങ്ങ് പോരുകയും രാത്രി ദേഹമാസകലം അഴുക്കുമൊക്കെ ആയിട്ട് രേവതി വന്ന് പറയുന്നുണ്ടല്ലോ, ആന വന്ന് പുലി എന്ന് പറയുമ്പോൾ ജഗതി വിറച്ചോട്ട് പറയുമല്ലോ, ആന ഇവളെ കണ്ട് പേടിച്ച് പോയിട്ടുണ്ടാവും. അതുപോലെ ക്യാമറ കാണുമ്പോൾ ഈ ഷാഫി പറമ്പിലൊക്കെ എന്തൊക്കെ പറയണമെന്നറിയാം. ബാലരമയിൽ വായിക്കുമ്പോഴേക്ക് ഷാഫി പറമ്പിൽ പറയുന്നത്, നിലമ്പൂരിൽ ഏതോ റോഡിനെ വെളുപ്പാങ്കാലത്ത് പോയപ്പോൾ 4 കടുവ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. ഒരാന റോഡിൽ തന്നെ നിൽക്കുന്നു. ഇഷ്ടംപോലെ പുലിയുണ്ട് നിലമ്പൂരിൽ എന്നാണ് പറയുന്നത്. കരടിയാ, കാലെടുത്ത് വയ്ക്കാൻ നിവർത്തിയില്ല കരടിയെ കൊണ്ട്. പിന്നെ പന്നിയെ പറയും വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നിയത് നമ്മുടെ അഖിലേന്ത്യാ മുസ്ലിം ഉണ്ടല്ലോ, അബ്ദുള്ള കുട്ടി, പഴയ MP, അദ്ദേഹം ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, ഈ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ 2 എണ്ണം, ഒരു MP ഒരു MLA, രാജിവെച്ചിട്ട് കോമഡി സീരിയലുകളിൽ അഭിനയിക്കാൻ പോകണം എന്നാണ്
അബ്ദുള്ളക്കുട്ടി ഇന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം, എനിക്കത് കേട്ടപ്പോൾ അറിയാതെ ചിരി വന്നു. അബ്ദുള്ളക്കുട്ടിക്ക് കോമഡിയും പറയാൻ അറിയാമല്ലോ, അത്ര ശല്യമാണ് ഈ രണ്ടെണ്ണം ആ നിയോജക മണ്ഡലത്തിൽ. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മുഖ്യമന്ത്രി നിലമ്പൂരിലുണ്ട്. വി ഡി സതീശനും വന്നും പോയേക്ക് നിൽപ്പുണ്ട്. പിന്നെ ഇവരാരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടല്ലോ UDF-ന്, അവർ നോക്കിയോളും കാര്യങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ എതിർപ്പിനെ പോലും വകവയ്ക്കാതെ, അല്ലെങ്കിൽ ഇന്നലെ വരെ ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് നിങ്ങൾ തപ്പി നോക്കൂ. ആ ജമാഅത്ത് ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പാർട്ടിയാണ് ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. മിക്കവാറും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടിയും എന്താ പറയുക, ഈ SUCയെ പോലെ തന്നെ UDF-ൻ്റെ ഭാഗമാകുമായിരിക്കും, ആകട്ടെ എന്ന് ആശിച്ചുകൊണ്ട്. നിലമ്പൂരിലെ മത്സരം ബഹിരസമാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.